C5 ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കാണൂ മുഴുവൻ എപ്പിസോഡുകളും സൗജന്യമായി. ഇത്ര അടുത്താണോ ആശം വന്ന് കിടന്നത്? അതെ അതെ. ഇന്നലെ രാത്രി താൻ തന്നെ ഇവിടെ ഒന്ന് കിടക്കാൻ പറഞ്ഞു. അത് രാത്രിയല്ലേ? എന്നിട്ട് നേരം വെളുത്തിട്ട് എണീറ്റ് പോവാത്ത എന്താണെന്നാണ് നമ്മൾ ചോദിച്ചത്. അപ്പൊ എന്തോ കാര്യം കാണിച്ചു തരാന്ന് പറഞ്ഞു. എന്ത് കാര്യം? കണ്ണടച്ച് ഇഷ്ടമുള്ള ആളെ ഓർക്കാൻ പറഞ്ഞില്ലേ? ശരി, അതെല്ലാം കഴിഞ്ഞിട്ട് പൊക്കൂടായിരുന്നോ എന്നാ നമ്മള് ചോദിച്ചതിന്റെ അർത്ഥം. എണീറ്റ് പോവാൻ തുടങ്ങിയതാ. അപ്പോ അപ്പൊ താൻ കൈയെടുത്ത് നെഞ്ചത്ത് വെച്ചു. കൈയല്ലേ, അതെടുത്ത് മാറ്റിയിട്ട് പോണായിരുന്നു. അപ്പോഴേക്കും കാലെടുത്ത് വെച്ച് എനിക്ക് പോകാനാകാത്ത വിധം എന്നെ ബ്ലോക്ക് ചെയ്ത് കളഞ്ഞല്ലേ. ഒരുമാതിരി കത്രിക പൂട്ടിട്ട് പൂട്ടുന്ന പോലെ. നേരാണോ ആശം പറയണത്? ഞാൻ കള്ളം പറയാറില്ല. അതിന് താൻ ഇത്ര ഡെസ്പറേറ്റ് ആകേണ്ട കാര്യമൊന്നുമില്ല. എന്തോന്ന്? അതാ, ഇത്രയും വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ലെന്ന് പറയായിരുന്നു. എങ്ങനെ വിഷമിക്കാതിരിക്കും? വിഷമമുണ്ട്, ഭയങ്കര വിഷമമുണ്ട്. കളരി പഠിച്ചോണ്ട് പറ്റിപ്പോയത് ആശാനെ. സാരല്ലോ, ഇനി മുതൽ ഞാൻ ശ്രദ്ധിച്ചോളാം. എങ്ങനെ 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 ഇനി മുതലോ? അപ്പൊ ഇത് സ്ഥിരം പരിപാടി ആക്കാനാണോ ഉദ്ദേശം? നമ്മുടെ അടുത്ത് കിടക്കുന്ന ആളുടെ ദേഹത്ത് ചിലപ്പോ നമ്മള് കൈയും കാലും ഇട്ടുന്ന് വരും. അത് നമ്മുടെ ശീലമായി പോയി. അതാ ഞാൻ പറഞ്ഞത്, അത് സാരല്ലെന്ന്. ഈ ഭാര്യ ഭർത്താക്കന്മാരാകുമ്പോ കുറച്ചൊക്കെ വിട്ടുവീഴ്ചകൾ ഉണ്ടാവണം, അങ്ങോട്ടും ഇങ്ങോട്ടും. തന്റെ ശീലങ്ങൾ എന്തായാലും അതുമായിട്ട് ഞാൻ പൊരുത്തപ്പെട്ടോളാം. അങ്ങനെ നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. അത് ആശ നമ്മളോടല്ല, ആശാന്റെ ഭാര്യയോട് വേണം പറയാൻ. അമ്പടക്കേമാ, നമ്മള് കണ്ണമ്മ, മുകളിൽ ആകാശവും താഴെ ഭൂമി എന്നും പറഞ്ഞ് ജീവിക്കുന്ന ഹസ്തനപുരി കണ്ണമ്മ. ആരായാലും സ്നേഹത്തിനും വിശ്വാസത്തിനും ഒരർത്ഥമേ ഉള്ളൂ. അത് താൻ പറഞ്ഞത് തന്നെയുണ്ട്. വേർപിരിയാനാകാത്ത രണ്ട് സംഭവങ്ങൾ, ഭൂമിയും ആകാശവും. ഒരിക്കലും ഒന്നാകില്ല എന്നറിഞ്ഞിട്ടും മഴയായി പെയ്തിറങ്ങി ഭൂമിയെ പ്രണയിക്കുന്നുണ്ട് ആകാശം എപ്പോഴും. അതറിയാമായിരുന്നിട്ടും ഭൂമി ആ മഴത്തുള്ളിയെ ഉള്ളിൽ ഒതുക്കി വെച്ച് മൗനമായി പ്രണയിക്കുന്നു. എന്ന് കരുതി ഭൂമിക്ക് ആകാശത്തെ ഇഷ്ടമല്ല എന്നല്ല. ഒരാളോടുള്ള ഇഷ്ടവും അനുഭവവും പ്രകടിപ്പിക്കേണ്ടത് സ്വന്തം ഇഷ്ടങ്ങളിലേക്ക് അയാളെ വലിച്ചഴച്ച് കൊണ്ടുവന്നിട്ടല്ല, അവരുടെ ഇഷ്ടങ്ങളിലേക്ക് നമ്മൾ ഇറങ്ങിച്ചെന്നുകൊണ്ടാവണം. അതല്ലേ ശരി? അതെ അതെ. ഒന്ന് നിർത്താവോ? നമ്മൾ എന്ത് കാര്യം പറഞ്ഞാലും ഒരു തരത്തിലും പിടികിട്ടാത്ത മറുപടിയാ ആശാൻ പറയണത്. ആശാൻ പറയണത് പലതും കേൾക്കാനേ പറ്റുന്നുള്ളൂ, മനസ്സിലാക്കാൻ നമുക്ക് പറ്റുന്നേ ഇല്ല. അതുകൊണ്ട് ഇമ്മാതിരി വർത്താനം നമ്മളെടുത്ത് ദയവായിട്ട് പറയരുത്. രണ്ട് കാര്യങ്ങളാണുള്ളത്. ഒന്ന്, കൺമണി ശ്രീലക്ഷ്മിയെ പോലെ അഭിനയിച്ച് ഫലിപ്പിക്കണം. അതിനവളുടെ സംസാര രീതിയും എല്ലാം കൺമണി പഠിക്കണം. അത് കൃഷ്ണയെ കൊണ്ട് നമുക്ക് പഠിപ്പിക്കാം. രണ്ട്, വളരെ പ്രധാനമാണ്. അവിടുത്തെ രേഖാമേടത്തോടും അമ്മയോടും
നമുക്കായിട്ട് തന്നെ ഉള്ള സത്യങ്ങൾ പറയാം. അവരോടുള്ളത് പറഞ്ഞ പിന്നെ നമ്മൾ ഒന്നും അറിയണ്ട. എല്ലാം അവര് നോയിക്കോളും. എന്ത് സഹായം വേണമെങ്കിലും ചെയ്തു കൊടുക്കും. എന്തിനായാലും ഒരു നല്ല കാര്യത്തിന് വേണ്ടിയല്ലേ നമ്മൾ ഇതൊക്കെ ചെയ്യുന്നത്. പറഞ്ഞാൽ അവർക്ക് മനസ്സിലാവും. ത്രിവിക്രമൻ ചേട്ടൻ പറയുന്ന പോലെ ആണെങ്കിൽ, കൺമണിക്ക് ഗുണമുള്ള കാര്യമാണെങ്കിൽ നമുക്ക് അങ്ങനെ തന്നെ ചെയ്യാം. എങ്കിൽ നമുക്കൊരു കാര്യം ചെയ്യാം. ഒന്ന് അവിടം വരെ ഒന്ന് പോകാം. ഈ സമയത്താവുമ്പോ വേറെ ആരും ഉണ്ടാവാൻ സാധ്യതയില്ല. എത്രയും പെട്ടെന്ന് രേഖാമേടത്തോട് കാര്യം അവതരിപ്പിച്ച അത്രയും സമാധാനമായല്ലോ. ഞാനും കൃഷ്ണയും കൂടി വരാം. അത് നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടാവില്ലേ? എന്ത് ബുദ്ധിമുട്ട്? ഒരു നല്ല കാര്യത്തിനല്ലേ. കുറച്ച് ബുദ്ധിമുട്ടിയാലും സാരമില്ല. ഇതിനൊക്കെ എങ്ങനെയാ നന്ദി പറയണ്ടേന്ന് എന്ന് എനിക്കറിയില്ല. അയ്യോ, നന്ദിയൊന്നും വേണ്ട. എങ്കിൽ ഞാൻ റെഡിയായിട്ട് വരാം. ശരി ശരി. അമ്പിളി ചേച്ചി, ചേച്ചി മോളെ, എന്നെ ഒന്ന് മുറിയിലേക്ക് ആക്കിക്കോ. അങ്കിൾ എന്താ ഇതൊക്കെ? നീ കേട്ടില്ലേ ആ കുട്ടി പറഞ്ഞത്? രവിവർമ്മനോടൊപ്പം തിരിച്ചു വന്നിരിക്കുന്നത് നിന്റെ കൂട്ടുകാരി ശ്രീലക്ഷ്മി അല്ല, നീലഹസ്തിയിലുള്ള കണ്ണമ്മ എന്ന കൺമണിയാണെന്ന്. അതെങ്ങനെ ശരിയാകും? നീയും കൂടി കേട്ട് ബോധിക്കാനാ നിന്നെയും കൊണ്ടുവന്നത്. എന്നിട്ട് ഇപ്പോഴും നിനക്ക് വിശ്വാസമില്ലേ? ഇതൊക്കെ എങ്ങനെ വിശ്വസിക്കാനാ? എനിക്ക് ഉറപ്പാ അത് ശ്രീലക്ഷ്മി തന്നെയാ. അതുകൊണ്ട് ഞാൻ വരുന്നില്ല അങ്ങോട്ട്. ഇപ്പൊ നീ ഇവിടെ കേട്ടത് വർമ്മൻ വില്ലയിൽ നീ കാണാൻ പോവുക. ആൾമാറാട്ടം നടത്തി പാവം സുദർശനെയും സരോജത്തെയും പറ്റിക്കുകയല്ലേ അവര്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.